ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇത്മി വൽ ഉദ്വാൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറഹിമൂന യർഹമുകുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. സ്നേഹാദരവുകൾ നിറഞ്ഞ അഹ്ലുസുന്നയുടെ കർമ്മധീര പ്രവർത്തകരെ, മാന്യ അഭ്യുദയ കാംക്ഷികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കർമ്മവീതിയിൽ കർമ്മധന്യമായ ഇസ്ലാമിക, വൈജ്ഞാനിക, സാംസ്കാരിക, വിപ്ലവ സേവന കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാന സ്തംഭമായ മർക്കസു സഖാഫത്തി സുന്നിയയുടെ സന്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഹ്രസ്വമായി പ്രതിപാദിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ലോക ചരിത്രത്തിൽ അനർഘങ്ങളായ സംഭാവനകൾ അർപ്പിച്ച മുസ്ലിങ്ങൾക്ക് 19-ാം നൂറ്റാണ്ടിലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും ഉരുതിരിഞ്ഞ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം ഉപരിവർഗത്തിന്റെ താൽപര്യ സംരക്ഷണത്തിനായി സർവകലാശാലകൾ സ്ഥാപിച്ച് സാമ്രാജ്യത്വത്തിന് സ്തുതിപാടി പാശ്ചാത്യൻ സംസ്കാരത്തിന് കളമൊരുക്കി ഇസ്ലാമിക പാരമ്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് ചില പുത്തൻ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തപ്പോൾ കാലത്തിന്റെ ചുവരെഴുത്തുകൾക്കൊപ്പം ക്രിയാത്മകമായി പ്രബോധനം ചെയ്യാൻ ഇന്ത്യൻ സാഹചര്യങ്ങളെ പഠിച്ചറിഞ്ഞ കാലം കണ്ട യുഗപുരുഷൻ ഷെയ്ഖുന ഷെയ്ഖുസമാൻ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അഹ്ലുസുന്നയുടെ അമരത്ത് വരികയും ആത്മീയാചാര്യന്മാരുടെയും ഗുരുവര്യന്മാരുടെയും ശിക്ഷണത്തിലും തർബീയത്തിലുമായി സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ അജയ്യ തേരാളിയാവുകയും ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിമാറ്റിയിരുന്ന മുസ്ലിം ഉമ്മത്തിനെ ഉജ്ജ്വലമായ ഉണർത്തുപാട്ടിലൂടെ നവജാഗരണത്തിന്റെ നവോത്ഥാനത്തിന്റെ പുതുപുത്തൻ മേച്ചിൽ പുറങ്ങളിലേക്ക് ആനയിക്കുകയും നാം ഇന്ന് കാണുന്ന ഇസ്ലാമിക, വൈജ്ഞാനിക, സാംസ്കാരിക പർദീസയായ മർകസു സഖാഫത്തി സുന്നിയ എന്ന വിശ്രുത സ്ഥാപനത്തിന് വിശുദ്ധ മക്കയിലെ വിശ്രുത പണ്ഡിതൻ മർഹൂം സയ്യിദ് മുഹമ്മദ് മാലിക്കിയുടെ അനുഗ്രഹീത കരങ്ങളാൽ ശിലയിടുകയും അവിടുന്ന് ഇങ്ങോട്ട് അസൂയാർഹങ്ങളായ മുന്നേറ്റങ്ങളാൽ വിജയങ്ങളുടെ സോപാനങ്ങളിലേക്ക് മർകസിനെ നയിക്കാൻ കാന്തപുരം ഉസ്താദിന് സാധിച്ചു. ഈ വെള്ള വസ്ത്രത്തിന്റെ വെണ്മയൂറുന്ന സാരഥ്യം പരസ്പര ബന്ധങ്ങളുടെ പുതുപുത്തൻ ഫോർമുലകളുമായി, പുതുപുത്തൻ നയ സമീപനങ്ങളുമായി മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകിയപ്പോൾ ലോക മുസ്ലിങ്ങൾക്ക് മൊത്തത്തിലും ഇന്ത്യൻ മുസൽമാന് പ്രത്യേകിച്ചും പുരോഗതിയുടെ പരിവർത്തനത്തിന്റെ വെള്ളിരേഖകൾ രചിക്കാനും സ്വാർത്ഥരായ അധികാര ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കുവാനും അഹ്ലുസുന്നയുടെ വക്താക്കളെ കർമ്മവീതിയിൽ സജീവമാക്കുവാനും മർക്കസ് വഴി കാന്തപുരം ഉസ്താദിന് സാധിച്ചു. മർക്കസ് സ്ഥാപന സമുച്ചയങ്ങളിൽ അതിപ്രധാനമായ ശരീഅത്ത് കോളേജ് ഇന്ന് ലോക പ്രശസ്തമാണ്. വിജ്ഞാന ശാഖകളിൽ അവഗാഹം നേടി തൂലികാരംഗത്തും മുഖാമുഖ സംവാദ പ്രഭാഷണ വേദികളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന ഭൗതിക തലത്തിൽ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടിയവരടക്കം 5000-ൽ പരം തഖാഫികൾ പ്രബോധന ഗോതയിൽ കർമ്മധന്യരാണിന്ന്. നിങ്ങൾക്കറിയില്ലേ, ഈജിപ്തിലെ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി ഏകദേശം 1200 വർഷങ്ങൾ പഴക്കമുള്ള ആ സ്ഥാപനത്തിൽ നിന്നും നൽകുന്ന ബിരുദത്തിന് തത്തുല്യമായി തഖാഫി ബിരുദത്തെ അംഗീകരിച്ചുവെങ്കിൽ മർക്കസിനും ഷെയ്ഖുനാക്കും ലോകാടിസ്ഥാനത്തിലുള്ള അംഗീകാരമാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. മർക്കസ് ലക്ഷ്യം വെക്കുന്നത് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നൽകി ഒരു സമൂഹത്തെ വാർത്തെടുക്കലാണ്. ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ഹോസ്റ്റൽ സൗകര്യങ്ങളോടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ആർട്സ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങി ഒട്ടനവധി സ്ഥാപനങ്ങൾ മർക്കസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. മർക്കസ് സ്ഥാപന സമുച്ചയങ്ങളിൽ അതിപ്രധാനവും ലോക ജനതക്ക് ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, ആഗ്രഹ സാഫല്യത്തിന്റെ, സർവോപരി പ്രാർത്ഥനയുടെ അഭയകേന്ദ്രമായ സ്ഥാപനമാണ് മർക്കസ് തുർക്കിയ ഓർഫനേജ്. വെറും 25 വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ച മർക്കസ് യതീംഖാനയിൽ ഇന്ന് 700ഓളം വിദ്യാർത്ഥികൾ പഠനം നടത്തി വരുന്നുണ്ട്. ഈ അനാഥർ പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത പ്രാഗൽഭ്യം തെളിയിച്ച് അന്തർദേശീയ തലങ്ങളിൽ 1-ാം സ്ഥാനം വരെ നേടിയിട്ടുണ്ട്. ഈ അനാഥരെ SSLCക്ക് ശേഷം കയറൂരി വിടുകയല്ല മർക്കസ് ചെയ്യുന്നത്, മറിച്ച് അവരുടെ സർഗവാസനക്കനുസൃതമായി സ്വയം പര്യാപ്തരാക്കി മാറ്റുകയാണ് മർക്കസ് സാരഥികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതടിസ്ഥാനത്തിൽ MBBS-നും യുനാനി മെഡിക്കലിനും എഞ്ചിനീയറിംഗിനും മറ്റു ഉന്നത ബിരുദങ്ങൾക്കുമായി യതീംഖാന മക്കൾ കേരളത്തിലും
കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും പഠനം നടത്തുകയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം ദേവാ കോളേജ് തന്നെ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായാണ്. സമൂഹത്തിൽ അടിസ്ഥാനവർഗമായ സാധാരണക്കാരന്റെ അഗതികളും അനാഥകളുമായ പെൺകുട്ടികൾക്കായി അങ്ങ് മുക്കത്തിനടുത്ത് മരഞ്ചാട്ടിയിൽ 800ഓളം പെൺകുട്ടികൾ പഠിക്കുന്ന മർക്കസ് ഗേൾസ് ഓർഫനേജ് മർക്കസിന്റെ സുവിശേഷമാണ്. നിങ്ങൾക്കറിയില്ലേ, അങ്ങ് പുകയുന്ന കാശ്മീർ, ആ കാശ്മീരിൽ നിന്നും 300-ൽ പരം അഗതികളും അനാഥകളുമായ വിദ്യാർത്ഥികൾ സാന്ത്വനധീരമായ മർക്കസിന്റെ മലർവാടിയിൽ അറിവിന്റെ മധുനുകർന്നു ഉല്ലസിക്കുകയാണ്. കാശ്മീരിൽ നിന്ന് മാത്രമല്ല, നാനാത്വത്തിൽ ഏകത്വം എന്നതിനെ അർത്ഥമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പഠിതാക്കൾ പഠിക്കുന്ന മർക്കസ് ഒരു വിജ്ഞാന ഗോപുരവും ഒരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുമാണ്. സാമൂഹിക സാംസ്കാരിക ആതുര ശുശ്രൂഷാ രംഗങ്ങളിൽ മർക്കസ് നൽകിയ സംഭാവനകൾ നിസ്തുല്യമാണ്. ചിട്ടയും നിഷ്ഠയുമുള്ള ആതുരാലയങ്ങൾ മർക്കസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. എത്രയോ ഭയാനകമായ രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സയും മരുന്നുകളും നൽകിയ മർക്കസ് സാരഥികൾ എത്രയെത്ര പുര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെയാണ് ദാമ്പത്യവല്ലരിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നിരവധി ആളുകൾക്ക് കിണറുകളും വീടുകളും നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള മർക്കസ് സാരഥികൾ ഒരിക്കലും ആരെയും വേദനിപ്പിച്ചിട്ടില്ല. നിരവധി സ്ഥാപന സമുച്ചയങ്ങൾ ഉൾക്കൊള്ളുന്ന മർക്കസ് ക്യാമ്പസിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ വേസ്റ്റുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ അതുവഴി മലിനീകരണം ഉണ്ടാവരുതെന്ന് മനസ്സിലാക്കി 3/4 കോടിയോളം രൂപ ചെലവ് ചെയ്ത് അതിവിദഗ്ധരാൽ ട്രീറ്റ്മെന്റ് പ്ലാന്റും ബയോഗ്യാസുകളും ഇതിനകം മർക്കസ് സാരഥികൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പ്രിയരെ, ഇങ്ങനെ വൻ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന മർക്കസിന് ദൈനംദിനം ലക്ഷങ്ങളാണ് ചെലവ് വരുന്നത്. സ്വദേശികളും പ്രവാസികളും വിദേശികളുമായ ഉദാരമതികളുടെ സഹായ ഹസ്തങ്ങളല്ലാതെ വരുമാനമായി മറ്റൊന്നും ഈ സ്ഥാപനത്തിനില്ല. നല്ലവരായ ജനങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഷെയ്ഖുന കാന്തപുരം ഉസ്താദും മറ്റു നേതാക്കളും നവോത്ഥാന പാതയിൽ അതിശീഘ്രം മുന്നോട്ട് കുതിച്ചിട്ടുണ്ടെങ്കിലും പിന്നിട്ട വഴികൾ കനൽപദങ്ങളാൽ അതീവ ദുർഘടങ്ങളായിരുന്നു. അധികാര ദുർഭരണ ദുർഭൂതങ്ങൾ മർക്കസിന്റെ വിജയപ്രയാണത്തിൽ തടസ്സങ്ങളായിരുന്നുവെങ്കിലും മർക്കസ് സാരഥികൾ തഖ്വയോടെ നിസ്വാർത്ഥതയോടെ മുന്നോട്ട് ഗമിച്ചപ്പോൾ വിജയങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു. ഈ പ്രയാണത്തിൽ മനസ്സാവാചാ കർമ്മണ മർക്കസിനെ സഹായിച്ചവർ, ആശ്വസിപ്പിച്ചവർ, ആശീർവദിച്ചവർ, ജീവന തുല്യം സ്നേഹിച്ചവർ എല്ലാവരിലും അള്ളാഹുവിന്റെ കരുണകടാശം വർഷിക്കുമാറാവട്ടെ. ആമീൻ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ മഹാരഥന്മാരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഉലമാക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, പ്രവർത്തകർ എല്ലാവരിലും അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.